എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. മനുഷ്യൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല, ബോധം കെട്ട് പോകും. അതല്ലേ ഇപ്പോൾ ലിസി കോഴിക്കോട് നിന്ന് കടക്കാർ അവരുടെ കടയില്ലേ, ലിസി കോഴിക്കോടിന് സാക്ഷ്യത്തിൽ എന്താ പറയുന്നത്, അവരുടെ കാശ് നഷ്ടപ്പെട്ടു. അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ പ്ലാസ്റ്റിക് പേപ്പർ വാഴലയും അതുപോലെ തന്നെ മെഴുകുതിരിക്ക് തിരിയും ഒക്കെ അസംസ്കൃത പദാർത്ഥങ്ങൾ, പിന്നെ കൂടുകളൊക്കെ ഉണ്ടാക്കാനുള്ള ചെറുകിട വ്യവസായമാണ്. അപ്പം അത് പൈസയും കൊണ്ട് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ അവർ കടം വാങ്ങിച്ചാണ് ഇവിടെ നാട്ടിൽ ഈ സാധനം കൊണ്ട് എത്തിയത്. പക്ഷെ അവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിയെന്നാണ് പറയണേ. എന്താണ് അബദ്ധം പറ്റിയത്? ഞാനങ്ങനെ കൂളായിട്ട് ഒറ്റക്ക് ജോലി ചെയ്ത് പോകുകയായിരുന്നു. തിരിയുണ്ടാക്കും, പേപ്പർ കൂടുണ്ടാക്കും, പേപ്പർ വാഴല കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യും, അത് എൻ്റെ വിതരണം നടത്തും. അങ്ങനെ ഒരു എൻ്റർപ്രനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു അതിബുദ്ധി തോന്നി. അങ്ങനെ തന്നെ അവർ പറയണത് അതിബുദ്ധി എന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, ഇത് എൻ്റെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പരിശുദ്ധാത്മാവാണ് സബ്ജക്റ്റ്, ശ്രദ്ധിക്കണം. പക്ഷേ നമുക്ക് ഇങ്ങനെ കാറ്റഗറിക്കലായിട്ട് മാത്രം തിയറട്ടിക്കലായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഡൗൺ ടു എർത്ത് എപ്പോഴും ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ അവർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഉണ്ടായി, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്താ വിചാരിച്ച്, എനിക്കൊരു അതിബുദ്ധി തോന്നിയെന്നാണ്. അതിബുദ്ധി തോന്നിയ എന്താണ്? എനിക്ക് കുറച്ച് മെഷീനറിയൊക്കെ കൂടി വാങ്ങിച്ചാൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അകത്ത് ഷെയർ ഹോൾഡേഴ്സിനെ ചേർത്തതിൻ്റെ അകത്ത്. അതാണ് സംഭവം. അതിനവൾ പറയണത് എനിക്കൊരു അതിബുദ്ധി തോന്നി, അതാണ് എൻ്റെ അബദ്ധം പറ്റിപ്പോയെന്നാണ്. അവസാനം ഇവളുടെ കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കച്ചവടവും ഫാക്ടറിയും ഒക്കെ അവിടെ എഴുതി കൊടുക്കേണ്ടി വന്നു. ഇവർ നയ പൈസയില്ലാതെ കണ്ണീരോടെ ഇറങ്ങേണ്ടി വന്നു. അവിടെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ വീട്ടിൽ അമ്മായിയമ്മയും ഭർത്താവും കൂടി ഇവരെ പുറത്താക്കി, ഭക്ഷണം കൊടുക്കാതെ. അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പോയത്. ഒരു മനുഷ്യൻ തീർന്നു വരണം കണ്ടില്ലേ? ഒരു നിമിഷത്തെ ഒരു ചെറിയൊരു ചാഞ്ചല്യം, ബുദ്ധിപരമായ ഒരു ചെറിയ ചാഞ്ചല്യം. ഈ ചാഞ്ചല്യം ഉണ്ടായാൽ നമ്മൾ നേടിയതെല്ലാം ആരുടെയെങ്കിലും ആയിപ്പോവും. ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നേടിയതെല്ലാം ആരുടേതാകും? ടേക്ക് ദ ബെഡ് അപ്പ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. ഫോഷ ഈ രാത്രി, അങ്ങനെ ഈശോ ചോദിക്കണം, ഫോഷ ഈ രാത്രി നിന്റെ ജീവൻ എടുക്കുന്ന പക്ഷം നീ നേടിയതെല്ലാം ആരുടേതാകും? ലൂക്ക 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാവും. ആത്മാവ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്താണ്? ആത്മാവിൻ്റെ ചേഞ്ചിങ് ആണ്. ഈ ആത്മാവിൻ്റെ ചേഞ്ചിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഉടമ്പടിക്കാർ പ്രത്യേകിച്ച്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ചേഞ്ചിങ് നമുക്ക് തരുന്ന 2 ഫാക്കൽറ്റിക്കാണ് സംരക്ഷണം തരുന്നത്. നമുക്ക് 2 ഫാക്കൽറ്റി ഉണ്ടല്ലേ? എന്തൊക്കെയാണ്? ഹാർട്ട്, വില്ല് അല്ലേ, മനസ്സ്, പിന്നെ എന്താണ്? ചിന്ത. ഈ 2 ഫാക്കൽറ്റി ഉണ്ടല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. ഇതിൽ തിയറി ഉണ്ടാക്കുന്നു, ഇത് പ്രാക്ടിക്കലിൻ്റെ ആണ്. ഇത് തിയറി ഉണ്ടാക്കും, സിദ്ധാന്തങ്ങളുണ്ടാക്കും, തിയറികളെ പ്ലാനുകളുണ്ടാക്കും. പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കുന്ന ബ്രെയിനും കൊണ്ടാണ്. പക്ഷേ പ്രയോഗിക്കണം എവിടെയാണ്? ഇച്ഛാശക്തി എവിടെയാണ്? ഹാർട്ടിലാണ്. 2 ഫാക്കൽറ്റിയാണ് വർക്ക് ചെയ്യണത്. ഈ 2 ഫാക്കൽറ്റിക്കും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. ഇവിടുന്ന് ആത്മാവ് എടുക്കപ്പെട്ടാൽ ഇതുണ്ടാക്കണ എല്ലാം കണ്ടം കൊണ്ടുപോകും.
അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4:6 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എപ്പോഴും സന്തോഷിച്ചിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പൊ ദൈവത്തിന്റെ സമാധാനം എന്നവിടെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞ സമാധാനം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ അർത്ഥം. സമാധാനം അവിടെ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് 5:19. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതാണ് ഉടമ്പടിയുടെ ഫലങ്ങൾ എന്ന് പറയണത്. ഇത് ഉടമ്പടിയുടെ ഫലങ്ങളോട് കണക്റ്റഡ് ആണ്.